ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പെറ്റോണിയയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള. കുറച്ച് ഈ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരെല്ലാവരും സൈസും റേറ്റും ഒന്ന് പറയാമേ. എന്താ കുറച്ച് പ്ലാന്റാണ് നമുക്കുള്ളത്. ഇതൊക്കെയാണ് നമ്മളെ പ്ലാന്റിൻ്റെ സൈസ്. ഇത്തിരി നീളം കൂടുതലുള്ളതും ഇത്തിരി ഒന്ന് ചെറുതായിട്ടുള്ളതും എല്ലാം ഉണ്ട്. കുറച്ച് പ്ലാന്റ് മാത്രമാണുള്ളത്. ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ്. ഒരെണ്ണത്തിന് 100 രൂപ. പ്ലാന്റിൻ്റെ സൈസും റേറ്റും എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണമെന്നുള്ളൊരു നമുക്ക് മെസ്സേജ് ഇടാനേ. കുറേ പേരൊക്കെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ല, റേറ്റ് എത്ര എന്നൊക്കെ അറിഞ്ഞിട്ട് മെസ്സേജ് ഇടും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. നമ്മളെ പ്ലാന്റ്സ് കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണത് നന്നായിരിക്കും. ഫോട്ടോ എടുത്തിട്ട് തരണം. അതുപോലെ എന്തെങ്കിലും ഒരു വാട്ടോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ അതിൻ്റെ ആ മൂട് ഭാഗത്തു നിന്ന് അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ മണ്ണിലോ മണലിലോ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ. ഇത് പെട്ടെന്നൊന്നും നശിച്ച് പോകണം പ്ലാന്റല്ല. മിക്ക ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതിനെടുത്ത് കളയണതേ. അതിനെടുത്തിട്ട് വെറും മണ്ണിൽ വെച്ച് ഷെയ്ഡിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് നന്നാവാറുണ്ട്. കുറേ പേർക്കൊക്കെ നന്നായി കിട്ടാറുണ്ട്. കുറേ പേർക്കൊക്കെ ഇതിൻ്റെയൊക്കെ നോക്കേണ്ട അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ചിലവർക്ക് അറിഞ്ഞുകൂടാ. ഉടനെ പ്ലാന്റ് കിട്ടി ഉടനെ കൊണ്ടുവന്ന് നട്ടിട്ട് വെയിലത്ത് വയ്ക്കും. അങ്ങനെ ഒരിക്കലും വയ്ക്കരുത്. ഷെയ്ഡിൽ വെച്ച് നിങ്ങളെ കാലാവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പുതിയ നല്ല ലീഫൊക്കെ വന്ന് ഇത്തിരി കഴിഞ്ഞിട്ട് ചെറിയ വെയിൽ കൊടുത്തിട്ട് വലിയ വെയിലിട്ട് കൊടുക്കാവൂ. അതുപോലെ ഒരു കാരണവശാലും മഴയത്ത് വയ്ക്കുകയും ചെയ്യരുത്. മഴവെള്ളം ഇത്തിരി വീണാൽ തന്നെ ഈ പ്ലാന്റ് ചീഞ്ഞു പോവാറുണ്ട്. അഥവാ ചീഞ്ഞു വാടിപ്പോയി അങ്ങനെ കണ്ടാൽ പോലും കട്ട് ചെയ്ത് നമുക്ക് മാറ്റി പിടിപ്പിക്കാനൊന്നും പറ്റണ ഒരു പ്ലാന്റാണ് ഇത്. ഇതിലുള്ള ഒരു പ്ലാന്റിനെ ഇപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെറും മണ്ണും കുറച്ച് മണലും മാത്രമാണ്. ഇതിൽ ചാണകപ്പൊടിയോ മറ്റു വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പ്ലാന്റ് വാങ്ങിക്കുന്നവരെല്ലാം ആദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞിട്ട് ഷെയ്ഡിലോട്ട് വയ്ക്കണം. ഇതാ പ്ലാന്റ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഈ പ്ലാന്റ് ഹെൽത്തി ആയി വേറെ പുതിയ ഇതൊക്കെ വന്നിട്ട് ലീഫൊക്കെ വന്നതിന് ശേഷം ചെടി ഹെൽത്തി ആയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചിലർ ചാണകം ഇടുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല എന്നുള്ളവർക്ക് കുറച്ച് ചാണകപ്പൊടി ഈ സൈഡൊന്ന് മണ്ണ് മാറ്റിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ NPK ആണ് നല്ലത്. പെട്ടെന്നൊന്നും ചെടി ചീഞ്ഞൊന്നും പോണില്ല. നല്ല ബുഷിയായിട്ട് പെട്ടെന്നാവുകയും ചെയ്യും. NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ എല്ലാം എന്ത് ചെയ്താലും ഒരു 10 ദിവസം ഇടവിട്ടിട്ട് വേണം കൊടുക്കാനേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് DAP ഇതുപോലെ തന്നെ അതിൻ്റെ ചുവട് മാറ്റിയിട്ട് ഒന്ന് നമുക്ക് DAP ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും നമ്മൾക്ക് ആദ്യം തന്നെ NPK ഒഴിച്ച് സ്പ്രേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചാണകവും നമുക്ക് കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ടേക്കണ വെള്ളം നമുക്ക് ഇടയ്ക്കൊന്ന് ഇതിലൊഴിച്ച് കൊടുത്താൽ നല്ല പെട്ടെന്ന് അങ്ങ് വളരും കേട്ടോ. നല്ല നന്നായിട്ട് ശക്തിയായിട്ട് നന്നായിട്ട് വളരും. മഴയായാലും വെയിലായാലും ഇത് കൊടുക്കണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചവും ചൂടുള്ള ഭാഗത്തെത്തി വയ്ക്കണം. മഴയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെടി പെട്ടെന്ന് ഒരു ഇതാവും. പിന്നെ റൂഫൊക്കെ ചെയ്തിട്ട് ഷീറ്റൊക്കെ അടിയിലൊക്കെ ഇട്ടേക്കുന്നവർക്ക് നല്ല ചൂടൊക്കെ കിട്ടുന്നതിനാണെങ്കിൽ പ്ലാന്റിന് ഒരു കുഴപ്പവും വരില്ല, നല്ലതായിട്ട് കിടക്കും. അങ്ങനെ ഇത് കിട്ടിയ ഉടനെ കയ്യിൽ കിട്ടാൻ ഞാൻ കുറേ പ്ലാന്റിൻ്റെയൊക്കെ തുമ്പ് നുള്ളിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല നീളവരോട് ഉള്ളവർക്ക് ഇത്തിരി നീളത്തിനുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു കട്ട് ചെയ്തെടുത്തിട്ട് മണലിലോ വെറും മണ്ണിലോ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രത്യേകം നട്ടും നമുക്ക് വയ്ക്കാം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പ് മാത്രം നുള്ളി കൊടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും മതി. നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് നിറയെ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല ബുഷിയാവും. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ ഈ പ്ലാന്റിനെ സൂക്ഷിക്കണം. ചിലവർക്ക് ഈ പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ അവരെടുത്തെറിയണതിൻ്റെതൊക്കെ ആയിരിക്കും ഈ മൂട് ഭാഗം വെച്ചിട്ട് അങ്ങ് ഒടിഞ്ഞു പോകാറുണ്ട് ചിലവർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഫോട്ടോ എടുത്തിടുന്നതെന്ന്. 2 ദിവസത്തിനകം നമുക്ക് അന്നോ 2 ദിവസത്തിനകം എന്തെങ്കിലും സംഭവിച്ചാൽ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മിക്ക ആൾക്കാരും കൈ കിട്ടുമ്പോൾ തന്നെ ചാണകം ഇട്ടിട്ട് നടയും വെയിലത്ത് വയ്ക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയണത്. ഒരു 2 ആഴ്ചയെങ്കിലും ഷെയ്ഡിൽ മാറ്റി വെച്ചിട്ട് മാത്രമേ വെയിലുള്ള ഭാഗത്തോട്ട് വയ്ക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് പിന്നെ സാഫ് ഒന്ന് സ്പ്രേ ചെയ്യാനും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും
ഒരിക്കലും മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്പർ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും വാട്സപ്പിലൊന്ന് വേണമെന്നുള്ളവരൊന്ന് മെസ്സേജ് ഇടണേ. ഓക്കേ.